നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ദേശീയപാത ചെമ്പൂത്രയിൽ എയർഗണ്ണും കഞ്ചാവുമായി 4 അംഗ സംഘം പിടിയിൽ. ചാലക്കുടി എലിഞ്ഞിപ്രയിൽ വൈദ്യുതി പോസ്റ്റിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ചൗക്ക സ്വദേശി. ശക്തമായ മഴയിൽ മരത്താക്കരയിൽ വീട് തകർന്നു. പൊന്നുക്കരയിൽ റോഡരികിൽ നിന്ന ഭീമൻ മരം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടപുഴകി വീണു. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്താൽ വളഞ്ഞ് കൊളത്തൂർ പ്രദേശം. മേഖലയിലെ വിവിധ കൃഷികളും നാശത്തിന്റെ വക്കിൽ. NCTV ഇംപാക്ട്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം കാടുമൂടിയ നിലയിലായിരുന്ന വൈദ്യുത തൂണിനും ലൈനുകൾക്കും മോചനം. KSEB അധികൃതർ സ്ഥലത്തെത്തി കാടും പടർപ്പും നീക്കം ചെയ്തു. ദേശീയപാതയിൽ മണലി എറവക്കാട് റോഡിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത ചെമ്പൂത്രയിൽ എയർഗണ്ണും കഞ്ചാവുമായി 4 അംഗ സംഘം പിടിയിൽ. 30 ഗ്രാം കഞ്ചാവ്, എയർ പിസ്റ്റൽ, കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവയാണ് പിടിച്ചെടുത്തത്. ഗുരുവായൂർ സ്വദേശികളായ ആകർഷ്, ഫാസിൽ, പാവർട്ടി സ്വദേശി റംഷിക്, കൊല്ലം സ്വദേശി ആദർശ് എന്നിവരാണ് പിടിയിലായത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്ര കോഫി ഹൗസിന് മുന്നിൽ കാറിൽ നിന്നുമാണ് കഞ്ചാവ്, എയർ പിസ്റ്റൽ, കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ, കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ, കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവ പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന 4 യുവാക്കളെ പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നും കാർ മാർഗം കഞ്ചാവും MDMA കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കോഫി ഹൗസിന് മുൻപിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ കണ്ടെത്തിയത്. ചാലക്കുടി എലിഞ്ഞിപ്രയിൽ വൈദ്യുതി പോസ്റ്റിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ചൗക്ക സ്വദേശി 24 വയസ്സുള്ള നിവേദാണ് മരിച്ചത്. നിവേദിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന പാലക്കാട് സ്വദേശി രാഹുലിനെ പരിക്കുകളോടെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എലിഞ്ഞിപ്ര കനാൽ പാലത്തിന് സമീപം തിങ്കളാഴ്ച രാത്രി 10ഓടെയായിരുന്നു അപകടം. ശക്തമായ മഴയിൽ മരത്താക്കരയിൽ വീട് തകർന്നു. ഒറ്റമുറിയുള്ള ഓടുവീടാണ് തകർന്നത്. കഴിഞ്ഞ രാത്രി 12-നായിരുന്നു സംഭവം. മരത്താക്കര ലക്ഷം വീട് കോതൂർ വീട്ടിൽ മോഹനന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. പുത്തൂർ പഞ്ചായത്ത് അധികൃതരും വാർഡംഗം ജോസഫ് പടമാടനും സ്ഥലം സന്ദർശിച്ചു. 3 പേരാണ് ഈ വീട്ടിൽ താമസം. വീടിന്റെ ബാക്കിയുള്ള ഭാഗം കൂടെ ഇടിഞ്ഞു വീഴുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. രാത്രി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ തങ്ങാനുള്ള സൗകര്യം കുടുംബത്തിന് ഒരുക്കി നൽകി. മരത്താക്കര ലക്ഷം വീട് കോളനി എന്ന് പറയും സ്ഥലത്തിന്റെ പേര്. മഴ രൂക്ഷമായിപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി കാര്യങ്ങൾ അറിഞ്ഞു. ഇങ്ങനെയൊക്കെ വീഴാൻ ആകെ വിളിച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 12-1 മണിയായപ്പോൾ ഇടിഞ്ഞ് വീണു. അതാണ് ഉണ്ടായത്. സാധനങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ അപ്പുറത്തെ റൂമിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ. അപ്പുറത്തേക്ക് റൂമിലേക്ക് ആക്കി താമസിക്കുന്നത്. ഇവിടെ അപ്പുറത്തൊരു ഷെഡ് വെച്ച് കെട്ടണം. അല്ലാണ്ട് ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റില്ലല്ലോ. പൊന്നുക്കരയിൽ റോഡരികിൽ നിന്ന ഭീമൻ മരം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടപുഴകി വീണു. തിങ്കളാഴ്ച രാത്രി 10 മണിക്കായിരുന്നു സംഭവം. ശക്തമായ മഴയിലും കാറ്റിലും വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ പ്ലാവ് നിലംപൊത്തുകയായിരുന്നു. വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈലിക്കുളങ്ങര LCയുടെ വീടിന്റെ മതിലും തകർന്നു. വൈദ്യുത പോസ്റ്റുകളും കേബിളുകളും തകർന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾ ഇല്ലാതിരുന്നതും റോഡിൽ വാഹനങ്ങളില്ലാത്തതും വലിയൊരു അപകടമാണ് ഒഴിവാക്കിയത്. റോഡിനു കുറുകെ മരത്തിന്റെ ചില്ലകൾ കിടന്നതോടെ ഗതാഗത തടസ്സവും ഉണ്ടായി. പുതുക്കാട് നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് മരം ഭാഗികമായി മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതിന് തൊട്ടടുത്തായി പൊന്നൂക്കര ഗവൺമെന്റ് സ്കൂളിന് മുൻപിലും വർഷങ്ങൾ പഴക്കമുള്ള മരമുണ്ടെന്നും അപകടാവസ്ഥയിലായ മരം മുറിച്ചുമാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്താൽ വളഞ്ഞ് കൊളത്തൂർ പ്രദേശം. കൊളത്തൂരിലെ വീടുകളിലെ മതിലുകളിലും പറമ്പുകളിലും ഇവ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്.
മേഖലയിലെ വിവിധ കൃഷികളും ഒച്ചിന്റെ ശല്യം കാരണം നാശത്തിന്റെ വക്കീലാണ്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഒച്ചു ശല്യം എത്രയും വേഗം പരിഹരിച്ച് ജനങ്ങളുടെ ആശങ്കയും മാരക രോഗങ്ങൾ, കൃഷിനാശം എന്നിവയിൽ നിന്നും സംരക്ഷണം വേണമെന്ന് BJP കുളത്തൂർ ബൂത്ത് കമ്മിറ്റി യോഗത്തിൽ ബൂത്ത് പ്രസിഡന്റ് രമേശ് തെക്കൂട്ട്, വിജയൻ മൈപ്രത്ത്, വടുതല നാരായണൻ, രവീന്ദ്രൻ മുണ്ടക്കൽ എന്നിവർ ആവശ്യപ്പെട്ടു. NCTV ഇമ്പാക്ട് പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം കാട് മൂടിയ നിലയിലായിരുന്ന വൈദ്യുത തൂണിനും ലൈനുകൾക്കും മോചനം. KSEB അധികൃതർ സ്ഥലത്തെത്തി കാടും പടർപ്പും നീക്കം ചെയ്തു. കുട്ടികൾക്കും മറ്റും ഷോക്കേൽക്കുമോ എന്ന ആശങ്കയ്ക്ക് കൂടിയാണ് പരിഹാരമായത്. ദേശീയപാതയോരത്തുള്ള സ്വകാര്യ ആശുപത്രിക്ക് മുൻപിലെ വൈദ്യുത തൂണിലും ലൈനുകളിലേക്കും കാടും പടർപ്പും വളർന്ന് വൈദ്യുത തൂൺ കാണാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇത് സംബന്ധിച്ച NCTV വാർത്തയ്ക്ക് പിന്നാലെയാണ് അധികൃതരുടെ നടപടി. ദേശീയപാതയിൽ മണലി എറവക്കാട് റോഡിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഒരു ബൊലോറോയും ഒരു ജീപ്പും ഒരു കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. എറവക്കാട് ഭാഗത്തേക്ക് തിരിഞ്ഞ ബൊലോറോയ്ക്ക് പിന്നിൽ ഒരു ജീപ്പും കാറും ഇടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11:30 സംഭവം. കാറിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഹൈവേ പോലീസ് സ്ഥലത്തെത്തി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് വായനാ സദസ്സ് ചേർന്നു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് വായനാ സദസ്സ് ചേർന്നു. കവി C. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. ED ഡേവിസ്, VV പരമേശ്വരൻ, P. തങ്കം, KO പൊറിഞ്ചു, KM ശിവരാമൻ, KV രാമകൃഷ്ണൻ, TS സുബ്രഹ്മണ്യൻ, TA വേലായുധൻ, ഫ്രാങ്കോ G. മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. വായനാവാരവുമായി ബന്ധപ്പെട്ട് കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കാവല്ലൂർ കവിതാ വായനശാല സന്ദർശിച്ചു. വിവിധ എഴുത്തുകാരെയും അവരുടെ പുസ്തകങ്ങളെയും വ്യത്യസ്ത സാഹിത്യ ശാഖകളെയും പ്രധാനാധ്യാപിക K. രമ കുട്ടികളെ പരിചയപ്പെടുത്തി. വായനശാലയുടെ നടത്തിപ്പ്, പുസ്തകങ്ങളുടെ ശേഖരം എന്നിവയെക്കുറിച്ച് ലൈബ്രറിയൻ സിമി ജോജു, കൺവീനർ ജസ്റ്റിൻ കാവല്ലൂർ എന്നിവർ വിശദീകരിച്ചു. എന്റെ അവാർഡാണ് ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് കിട്ടിയത്. മലയാളത്തിൽ ആദ്യമായിട്ട് വെരി ഗുഡ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവിയാണ് ജി. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്ക് കിട്ടിയെന്നറിയോ? ഓടക്കുഴൽ. ഏതിനാ? അതിന്റെ ഓർമ്മയ്ക്കാണ് മലയാളത്തിലെ സാഹിത്യത്തിൽ ഓടക്കുഴൽ അവാർഡ് ഇപ്പോ നിലവിലുണ്ട്. നമ്മൾ പഠിച്ചില്ലേ ഓടക്കുഴൽ അവാർഡ്? അത് ജിയുടെ കവിതയാണ്. 3 അരുവിയും 1 പുഴയും. പോങ്കോത്ര ALP സ്കൂളിൽ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ ഒരുക്കി. തുറന്നുപാട്ടും കഥകളുമായി നടന്ന വായനാജാലകത്തിന് അധ്യാപിക സുഷമ തിരിതെളിയിച്ചു. എങ്ങനെ വായിച്ചു വളരാം എന്ന വിഷയത്തിൽ അധ്യാപിക ഷീജ പ്രഭാഷണം നടത്തി. അധ്യാപിക പ്രിയ സന്നിഹിതയായി. വരന്തരപ്പള്ളി CJMA സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ പ്രോജക്ട് ഓഫീസർ അഞ്ജലി സാബു, അനീറ്റ ബേബി, മെഡിക്കൽ ടീം അംഗങ്ങളായ റോഷ്നി രാജു, ജീന N. ജോണി, സാന്ദ്ര ബാലൻ, ഫാത്തിമ ഷംസുദ്ദീൻ, AI നഹ്ല, റോസ്മോൾ, അമീന ജാഫർ, ഹസ്ഫ, സ്കൂൾ പ്രധാനാധ്യാപകൻ ജോവൽ V. ജോസഫ്, അധ്യാപകരായ ജമ്മ വർഗീസ്, ജൽവ കിഴക്കൂടൻ, ജലിബ്സ് പോൾ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. നേത്രവൈകല്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നവർക്ക് തുടർ നേത്ര ചികിത്സകളും മിതമായ നിരക്കിൽ പരിശോധന നടത്തുന്നതിനുള്ള അവസരവും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. 100-ലധികം വാക്കുകളും നിരവധി വരകളുമുള്ള ഒരു ടാങ്കർ ലോറിയിലെ എഴുത്തുകൾ പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ വേണം. എന്നാൽ സങ്കീർണമായ ജോലി 2 മണിക്കൂറിൽ പൂർത്തീകരിച്ച് റെക്കോർഡ് നേടിയിരിക്കുകയാണ് സിജി മാനിയങ്കര. കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ചുരുങ്ങിയ സമയം കൊണ്ട് ടാങ്കർ ലോറിയിൽ ബ്രഷ് ഉപയോഗിച്ച് എഴുതിയതിന് പോങ്കോത്ര സ്വദേശി സിജി മാണിയങ്കര ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും പ്രസ്റ്റീജിയസ് ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടി. 2 മണിക്കൂർ കൊണ്ടാണ് സിജി ടാങ്കർ ലോറിയിൽ പെയിന്റ് ഉപയോഗിച്ച് എഴുതിയത്. 20 വർഷമായി ഇദ്ദേഹം ചുമരെഴുത്ത് രംഗത്തുണ്ടെങ്കിലും 15 വർഷമായാണ് ടാങ്കർ ലോറിയിൽ എഴുതാൻ തുടങ്ങിയിട്ട്.
നാട്ടുകാരനായ ഗിന്നസ് ജേതാവ് വിൻസെന്റ് മാഷ് ഈ എഴുത്തൊരു അപൂർവ കലയാണെന്ന് പറഞ്ഞതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിജി ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന് വേണ്ടി പരിശ്രമിച്ചത്. ഞാൻ ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടൊരു 20 വർഷമായി. പക്ഷേ വണ്ടിയിലേക്ക്, അതായത് ടാങ്കർ ലോറികളും മറ്റുമാണ് മെയിനായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് കടന്നു വന്നിട്ടൊരു 15 വർഷമായിട്ടുള്ളൂ. ഈ അവാർഡിന്, ഈ റെക്കോർഡിലേക്ക് കടന്നു പോകാൻ കാരണം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഗിന്നസ് റെക്കോർഡ് ജേതാവ് വിൻസെന്റ് മാഷുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എന്നെ ഇതിലേക്ക് ശ്രമിക്കാനൊരു പ്രചോദനമായത്. അദ്ദേഹം ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞു, ഈ എഴുത്തൊരു അപൂർവമായ കലയാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനൊന്ന് ശ്രമിക്കുകയും ഓൺലൈനിലായി ശ്രമിച്ചു. ഓൺലൈനിലായി ഇൻ്റർവ്യൂ ടെസ്റ്റുകൾ നടത്തുകയും മറ്റുള്ള കാര്യങ്ങളുമായാണ് എനിക്ക് ഈ റെക്കോർഡുകൾ കിട്ടിയത്. ഒരു ബുക്കിൽ കിട്ടി, പിന്നെ ശ്രമിച്ചപ്പോൾ മറ്റൊരു ബുക്കിലും കിട്ടി. അതിൽ അതിയായ സന്തോഷമുണ്ട്. ചാലക്കുടി മേഖലയിലെ ടാങ്കർ ലോറി ഫീൽഡിലെ ആസാദ് കമ്പനിയിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം. ചിത്രരചന ജീവിതമായി കാണുന്ന സിജി പൊതുപ്രവർത്തകൻ കൂടിയാണ്. സയനയാണ് ഭാര്യ, ത്രിലോകാണ് മകൻ. ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും പ്രിസ്റ്റീജ് ഓഫ് ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയ സിജി ഗിന്നസ് നേട്ടത്തിനായുള്ള പരിശ്രമവും ആരംഭിച്ചിരിക്കുകയാണ്. +1 സീറ്റ് പ്രതിസന്ധിയിൽ തൃശൂരിലും KSU പ്രതിഷേധം. DEO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഓഫീസ് ഗേറ്റിൽ പോലീസ് നിലയുറപ്പിച്ചതോടെ മറുവശത്തെ ഗേറ്റിലൂടെയാണ് പ്രവർത്തകർ അകത്ത് പ്രവേശിച്ചത്. ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം 10ഓളം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പഠിക്കാനായി സീറ്റില്ലെങ്കിൽ രാജിവെച്ചപ്പുറത്ത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് ആളൂർ RMHSSലെ സ്കൗട്ട്സ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ മൂകാഭിനയവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായാണ് ലഹരി വിരുദ്ധ അസംബ്ലിയും മൂകാഭിനയവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ KR സീമ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ TJ ലൈസൻ, PTA പ്രസിഡന്റ് MV രാജീവ്, MPTA പ്രസിഡന്റ് ലവ്ലി ജോർജ്, പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ PC സാവിത്രി എന്നിവർ സന്നിഹിതരായി. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ന്യൂനതകൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ട നടപടികൾ ആരംഭിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ അളഗപ്പ മേഖല കൺവെൻഷൻ ആവശ്യപ്പെട്ടു. യോഗം കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി CB സുരേഷ്, KR അനൂപ് എന്നിവർ പ്രസംഗിച്ചു. പട്ടികജാതി ക്ഷേമസമിതി കൊടകര ഏരിയ കൺവെൻഷൻ പുതുക്കാട് നടത്തി. PKS സംസ്ഥാന കമ്മിറ്റി അംഗം PA പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PV മണി അധ്യക്ഷനായി. AR ബാബു, PC സുബ്രൻ, PK കൃഷ്ണൻകുട്ടി, അമ്പിളി സോമൻ, സിന്ധു പ്രദീപ്, VS സുബീഷ് എന്നിവർ പ്രസംഗിച്ചു. ഇത്തരത്തിൽ നിരവധി ലക്ഷം കോടി രൂപയുടെ സമ്പത്ത് കവർന്നെടുക്കാൻ വേണ്ടി രാജാക്കന്മാർ പരസ്പരത്തുകൾ യുദ്ധം ചെയ്തും കൊള്ളയടിച്ചതുമാണ് ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് പോയത്. ഈ സാഹചര്യത്തിലാണ് ആര് വന്നത്? മുഗൾമാർ രാജ്യത്ത് കടന്നു വന്നത്. ആ സാഹചര്യത്തിലാണ് അവരും എന്താ ചെയ്യുന്നത്? സമ്പത്തുണ്ടാകണം. ആ സമ്പത്തുണ്ടാകുന്നതിനെ കൊള്ളയടിച്ചിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്, നിഷേധിക്കുന്നില്ല. ആനത്തടം സെന്റ് തോമസ് പള്ളിയിലെ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖറാന തിരുനാളിന് ഫാദർ ജോയ് കടമ്പാട്ട് കൊടിയേറ്റി. ഇടവക വികാരി ഫാദർ ജോസഫ് സണ്ണി മണ്ടകത്ത്, ജനറൽ കൺവീനർ ആന്റണി മേച്ചേരി, കൈക്കാരന്മാരായ ജോസ് പൊഴോലി പറമ്പിൽ, എഡിഗാർ ചുങ്കത്ത്, തോമസ് ഏറിയാടൻ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 2 വരെ ദിവസവും രാവിലെ 6:15 ലതീഞ്ഞ്, ദിവ്യബലി, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. ജൂലൈ 3 തിരുനാൾ ദിനത്തിൽ രാവിലെ 6:30 ദിവ്യബലി, 9:30 തിരുനാൾ പാട്ടുകുർബാന, തിരുനാൾ പ്രദർശനം, നേർച്ച ഊട്ട് എന്നിവ ഉണ്ടായിരിക്കും. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആൻഡോ പാണാടൻ കാർമ്മികത്വം വഹിക്കും. ഫാദർ ലിജോ കരുത്തി തിരുനാൾ സന്ദേശം നൽകും.
ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ജൂലൈ 6 നടക്കും. രാവിലെ നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ചതുശ നിവേദ്യം, സർവൈശ്വര പൂജ, പ്രസാദ ഊട്ട് എന്നിവ നടക്കും. വൈകിട്ട് 4 പഞ്ചാരിമേള അകമ്പടിയിൽ കാഴ്ചശീവേലിയും ദീപാരാധനയ്ക്ക് ശേഷം 7:30 വലിയ ഗുരുതിയും ഉണ്ടായിരിക്കുന്നതാണ്. തൃശൂർ അതിരൂപതയുടെയും പുതുക്കാട് ഫൊറോനയുടെയും ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം നടത്തും. രാവിലെ 11 മുതൽ വൈകിട്ട് 6 വരെ ആമ്പല്ലൂർ സെന്ററിലാണ് ബോധവൽക്കരണ പരിപാടി നടക്കുന്നത്. പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ഉദ്ഘാടനം ചെയ്യും. അതിരൂപത പ്രസിഡന്റ് PM അഗസ്റ്റിൻ അധ്യക്ഷനാകും. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ, സ്വാന്തനം ബെഡ്സ് സ്കൂളിലേക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ്, ചെണ്ട പരിശീലകൻ, ഡാൻസ് ടീച്ചർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ജൂലൈ 20 വരെ ചേർപ്പ് ICDS ഓഫീസിൽ സ്വീകരിക്കും. വിവരങ്ങൾ ചേർപ്പ് ബ്ലോക്ക് ഓഫീസിലുള്ള ശിശുവികസന പദ്ധതി ഓഫീസിൽ ബന്ധപ്പെടണം. ഫോൺ 0487 23 48 388. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് സർജറി, ജനറൽ മെഡിസിൻ, യൂറോളജി വിഭാഗങ്ങളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകളിലേക്ക് ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ശനിയാഴ്ച രാവിലെ 11 കൂടിക്കാഴ്ച നടത്തും. യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളുമായി അന്നേ ദിവസം രാവിലെ 10 മുളങ്ങുന്നുകാവിലുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ ഹാജരാകണം. ഫോൺ 0487 22 00 310. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6625 രൂപയും പവന് 53,000 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര രാപ്പാൾ ചേറാംകുളം സിദ്ധാർത്ഥൻ മകൻ ബാബു അന്തരിച്ചു. 41 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നിഷയാണ് ഭാര്യ. മക്കൾ വൃഷക്, ത്രിലോക്. വെള്ളിക്കുളങ്ങര കൊടങ്ങ പാറേക്കാടൻ ഔസേപ്പ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷാൻഡ്രി, പ്രിസ്കല്ല, ഗ്ലെന്നി, ക്ലമന്റ് എന്നിവർ മക്കളും ജോസഫ്, ജോസ്, ജെയ്സി, സിജി എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര രാപ്പാൾ ഈലോൻ പൊറിഞ്ചു ആൻഡു മകൻ ജൂബി അന്തരിച്ചു. 45 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനി മാതാവും സിമി ഭാര്യയുമാണ്. ജോയൽ, ആൻഡ്രിയ എന്നിവർ മക്കളാണ്. മണ്ണമ്പേട്ട പൂക്കോട് പാണ്ടാരിക്കൽ അശോകൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആശയാണ് ഭാര്യ. ആകാശ്, സൗപർണിക എന്നിവർ മക്കളും ദേവൻ മരുമകനുമാണ്. കൊടകര ഉളുമ്പത്തുകുന്ന് കല്ലൂക്കാരൻ കാർത്തികേയൻ മകൻ രമേശ് അന്തരിച്ചു. 48 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. അനുവാണ് ഭാര്യ. മക്കൾ അഞ്ജന, അർച്ചന. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദേശീയപാത ചെമ്പൂത്രയിൽ എയർഗണ്ണും കഞ്ചാവുമായി 4 അംഗ സംഘം പിടിയിൽ. ചാലക്കുടി എലിഞ്ഞിപ്രയിൽ വൈദ്യുതി പോസ്റ്റിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ചൗക്ക സ്വദേശി. ശക്തമായ മഴയിൽ മരത്താക്കരയിൽ വീട് തകർന്നു. പൊന്നുക്കരയിൽ റോഡരികിൽ നിന്ന ഭീമൻ മരം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടപുഴകി വീണു. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്താൽ വളഞ്ഞ് കൊളത്തൂർ പ്രദേശം. മേഖലയിലെ വിവിധ കൃഷികളും നാശത്തിന്റെ വക്കിൽ. NCTV ഇംപാക്ട്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം കാടുമൂടിയ നിലയിലായിരുന്ന വൈദ്യുത തൂണിനും ലൈനുകൾക്കും മോചനം. KSEB അധികൃതർ സ്ഥലത്തെത്തി കാടും പടർപ്പും നീക്കം ചെയ്തു. ദേശീയപാതയിൽ മണലി എറവക്കാട് റോഡിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.